ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രിഞ്ചോൾ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ളൊരു ബ്രിഞ്ചോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പല കളറിലുണ്ടാവും, വയലറ്റ് കളറിലോ ഗ്രീൻ കളറിലോ ഏത് ബ്രിഞ്ചോളാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രിഞ്ചോളിൻ്റെ ഈ ഞെട്ടിയൊന്നും വിടാതെ നമുക്ക് ഇതിനെ ഒന്ന് രണ്ട് വശത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ബ്രിഞ്ചോൾ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. ഇത്രയും നാളും ബ്രിഞ്ചോൾ കറി ഉണ്ടാക്കിയിട്ടും ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഈ ഒരു മസാലയിൽ ഞാൻ ഈ കറി തയ്യാറാക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതിയാവും കേട്ടോ നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മളുടെ ബ്രിഞ്ചോളൊക്കെ ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രിഞ്ചോൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാടിയതോ അല്ലെങ്കിൽ കറുപ്പ് ഓടിയതോ ഉള്ള ബ്രിഞ്ചോളാണെങ്കിൽ ഒരു കയ്പിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രിഞ്ചോളാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് നല്ലത്. പിന്നെ എന്താ ഞാൻ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാൻ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ ഒരു ചെറിയൊരു കുക്കറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചതച്ച കുരുമുളക് ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളത് ഒരു 3-4-5 മണി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൽ കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗവ് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നമ്മളുടെ കഴുകിയ വൃത്തിയാക്കിയിട്ടുള്ള ബ്രിഞ്ചോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് വഴറ്റാതെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഫ്രഷായിട്ട് തന്നെ ഇങ്ങനെ സവാളയും പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആകുന്നവരെ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഈ ബ്രിഞ്ചോൾ കറി കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ഷമയോടെ വേണം നമുക്കിതിനെ കുക്ക് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മിക്സ് ആക്കി എടുക്കും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മളുടെ പലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ഒരു കറി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്, ഒരിക്കലും കൂട്ടി വെക്കരുത്. 5 മിനിറ്റിന് ശേഷം എന്താ ബ്രിഞ്ചാൾ ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രിഞ്ചോളിനെയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ സമയത്താണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി മുളകാണെങ്കിൽ 1.5 ടീസ്പൂണോളം നമുക്കിതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പുളി പേസ്റ്റ് അല്പം വെള്ളത്തിൽ കലക്കിയത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ബ്രിഞ്ചോളൊന്നും പൊട്ടിപ്പോവാതെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വീണ്ടും നമുക്കിതിനെ ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ സ്ലിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല മസാലയൊക്കെ ബ്രിഞ്ചോളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുക. 5 മിനിറ്റിന് ശേഷം എന്താ ബ്രിഞ്ചോളും പുളിയും മസാലയും എല്ലാം ചേർത്ത് നല്ലൊരു ഗ്രേവിയുടെ രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു ബ്രിഞ്ചോൾ കറി സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. പക്ഷേ ഞാനിതിനെ കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു മസാല കൂടെ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും 2 ടേബിൾ സ്പൂൺ നിലക്കടലയും പിന്നെ 1 ടീസ്പൂൺ കസ്കസും കൂടിയിട്ട് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് അരച്ച ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഈ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. ഈ മസാല കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ലൊരു ഗ്രേവിയും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബ്രിഞ്ചോൾ കറിയായിട്ട് മാറും കേട്ടോ. അത് ഞാൻ ഇതുവരെ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മസാലയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രിഞ്ചോൾ കറിയാണ് കേട്ടോ. ഉഗ്രൻ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ അതിൻ്റെ രുചി മനസ്സിലാവും. ഇനി നമുക്കിതിനെ 2 മിനിറ്റ് കൂടെ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കുറച്ചുകൂടി ചാറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ 2 മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഗ്രേവിയൊക്കെ നല്ല വെന്ത് നല്ല പച്ച സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ സ്റ്റവ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്